ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ നാം വായിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ തൻ്റെ ജനത്തെ നോക്കി വിലപിക്കുന്ന ദൈവം അവൻ്റെ തിരിച്ചുവരവിനു വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്ന് ഇപ്രകാരമാണ് നമ്മുടെ അരുളി ചെയ്യുന്നത്: അവിടുന്ന് നിന്നോട് കാരുണ്യം കാണിക്കുവാൻ തന്നെ തന്നെ ഉയർത്തിയിരിക്കുന്നു. ദൈവം നമ്മളോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ തന്നെ ഉയർത്തി. എന്തെന്നാൽ അവൻ നീതിയുടെ ദൈവമാണ്. നമ്മുടെ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവനിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവം എപ്പോഴും നീതി നടത്തുന്നവനും അതോടൊപ്പം തന്നെ കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നവനും, നമ്മുടെ മേൽ എപ്പോഴും അവിടുത്തെ സ്നേഹം, ആഴമായ സ്നേഹം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നീതിയുടെ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൽ സമ്പൂർണ്ണമായ സമർപ്പണം ചെയ്തുകൊണ്ട് അവിടുത്തെ കാരുണ്യം സ്വീകരിക്കുവാനും അവിടുത്തെ ആശ്രയിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ചിന്തകളെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് കാഠിന്യമേറിയ ഹൃദയം നീക്കിക്കളഞ്ഞുകൊണ്ട് മാംസളമുള്ള ഒരു ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.